അപ്പോൾ എല്ലാവർക്കും മുണ്ടസ്സുവിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആരെങ്കിലും ഫ്രണ്ട്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. ഓരോ സബ്സ്ക്രൈബ് എനിക്ക് വലിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ. ഇത് അജ്മാനിലാണ്. അജ്മാനിൽ ലുലു കഴിഞ്ഞിട്ട് നേരെ കുറച്ച് മുന്നോട്ട് പോകുന്ന അവിടെയുള്ള റൗണ്ട് അബൌട്ടുണ്ട്. അവിടെ ഒരു സ്തൂപം പുതുതായിട്ട് പണിതായിരുന്നു. പുതുതായിട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5-6 മാസത്തോളം ആയി അതിൻ്റെ മുഴുവൻ വർക്കും കഴിഞ്ഞിട്ട്. ആ ഒരു ഇതിൻ്റെ ഒരു സ്തൂപം പോലെയുള്ള ഒരു ഇത് പണിയുമല്ലോ ഇതിന് നമ്മളെ റൗണ്ട് അബൌട്ടിൻ്റെ അടുക്കണം. അപ്പോൾ അങ്ങനെ പുതുക്കി പണിഞ്ഞ ഒരു സാധനമാണ്. വളരെ മനോഹരമായിട്ട് അത് പണിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് വെച്ചു. അപ്പോൾ അന്ന് അവിടെ ഇതിൻ്റെ വെക്കേഷൻ ആയത് കാരണം അവിടെ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വരുന്ന വീഡിയോയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണണം. ശരിക്കും ചിൽഡ്രൻസിനെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ എല്ലാം കണ്ട് കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റിയ മനോഹരമായ കുറേ കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളത് കാണുക മുഴുവനായിട്ടും. കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ, പിന്നെ നല്ല മനോഹരമായ നിറങ്ങൾ ചാർത്തി നിറങ്ങളാണ് ലൈറ്റ് കൊടുത്തിട്ട് സുന്ദരമാക്കി എടുത്തിട്ടുണ്ട്. അത് നല്ല മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ശില്പം കൂടിയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും ഇവരെ പഴയ പൗരാണികമായ കാര്യത്തിനെ വിളിച്ചോതുന്ന ഒരു ഇതുകൂടിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. കപ്പലിൻ്റെ ശരിക്കും ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട ജീവിത രീതി തന്നെയായിരുന്നു ഇവർ ആദ്യകാലങ്ങളിൽ. ശരിക്കും UAE ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്തരം ചരിത്രങ്ങൾ രേഖാചിത്രം പോലെ മതിലിൽ പതിച്ച ഈ ഒരു സിസ്റ്റം കൂടി അവിടെ കാണുന്നുണ്ട്. ശരിക്കും അത് ചൂഴ്ന്ന് നോക്കുകയാണെങ്കിൽ ചരിത്ര കാലഘട്ടം തന്നെ കോറിയെടുത്ത ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണണം. പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ വന്ന് കാണണം. അതിൻ്റേതായ അനുഭൂതി മറ്റൊരു തലത്തിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തോ കാണിക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ കണ്ടു വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ എന്താണ് ശരിയായിട്ട് അത് അനുഭവിക്കേണ്ടതെന്നുള്ള റിയൽ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സഞ്ചരിക്കണം. ശരിക്കും ഈ സഞ്ചാരം അല്ലെങ്കിൽ യാത്ര എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ലൈഫിലോ അല്ലെങ്കിൽ നമ്മളെ മൈൻഡിനെയോ നമ്മളെ ജീവിത രീതിയെ തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും, പല ആൾക്കാർക്ക് അനുഭവങ്ങളും ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞ ഞാൻ വലിയ സഞ്ചാരിയോ കാര്യങ്ങളോ ഒന്നും അല്ല. പക്ഷേ എന്നാലും നമുക്കുണ്ടാകുന്ന ചില എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് ഭയങ്കരമാണ്. അതായത് നമുക്കത് നേരിട്ട് കാണുമ്പോഴുള്ളൊരു പ്രത്യേക സുഖം എല്ലാ കാര്യത്തിലും നമ്മളെ മാനസിക ശാരീരികപരമായ എല്ലാ ഒരു സുഖത്തിലും അല്ല അതിന് ശരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ചുറ്റിലും ശരിക്കും നമ്മൾ സീനിയ എന്ന് പറയുന്ന പണ്ടത്തെ, പക്ഷേ അതിൻ്റെ പുതിയ വെർഷനാണെന്ന് തോന്നുന്നു, പുതിയൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ചെടി ആക്കിയിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുപാടുകളിലും വളരെ മനോഹരവും നമുക്ക് കുറച്ച് സമയം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഫങ്ഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ അത് കാണാനും കുറേ കുട്ടികളായിട്ടുള്ള പരിപാടികളും കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചെറിയ കുഞ്ഞ് കാറുകൾ അങ്ങനെയുള്ള ആയിട്ട് കുട്ടികൾക്ക് കുഞ്ഞ് ബാറ്ററിയിൽ ഓടുന്ന കാറുകളാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് കുട്ടികൾക്ക് തന്നെ കൺട്രോൾ ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് രൂപകൽപ്പന ചെയ്തേക്കുന്നത്. അവിടെ ഫങ്ഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഫങ്ഷൻസും കാര്യങ്ങളും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താണ്. നമ്മളെ നാട്ടിലെ സാധാരണ ചെണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾ ആ രീതിയിലുള്ള ഒരു സംഭവം അവിടെ നടക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ മുഴുവനായിട്ടും കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കട്ടായിട്ടുള്ള ചെറിയ വീഡിയോസ് ആക്കിയിട്ടാണ് നിങ്ങൾ കാണിക്കുന്നതാണ്. എല്ലാവരോടും ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൂടി സബ്സ്ക്രൈബ് ചെയ്യപ്പെടുന്ന വിനീതമായിട്ട്